ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. നാട്ടിൽ ഇപ്രാവശ്യം നല്ല ചൂടാണെന്ന് കേട്ടു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബാംഗ്ലൂർ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ ചൂടൊക്കെ ആയി തുടങ്ങിയെങ്കിലും നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അങ്ങനെ സ്വെറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഇങ്ങനെ വിയർക്കുക, ഹ്യൂമിഡിറ്റി ഒക്കെ വളരെ കുറവാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എന്നാലും ചെറുതായിട്ട് പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചൊക്കെ ചൂട് വരുന്നുണ്ട് ബാംഗ്ലൂർ. ഇപ്പോൾ ഏപ്രിൽ മെയ് ഒക്കെ സമയമാകുമ്പോൾ. എന്നാലും നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ നല്ല സുഖമുള്ള ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര ചെറിയൊരു ഷോപ്പിങ്ങും കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ബാക്കിയുള്ളവർക്ക് പണിയാവുന്ന എന്ന് ബൈക്ക് ഓടിക്കാൻ പഠിച്ചോ? ഈ മറ്റേ ആമ്പിള്ളയുടെ മറ്റേ ഇതില്ലേ, വലിയ ബൈക്ക്, മറ്റേ ബുള്ളറ്റ് അത് ഓടിക്കണം പുള്ളിയുടെ ആഗ്രഹം. അത് നിസാര ബൈക്കല്ലേ? ധൈര്യം ഉണ്ടെങ്കിൽ പഠിച്ചോട്ടെ പറഞ്ഞിട്ടോ. അല്ല, ഞാൻ പറഞ്ഞു ആദ്യം നീ ഉള്ള ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നു പറഞ്ഞു. ഞാൻ കൊറേ കഴിഞ്ഞ് ചിലപ്പോ ആഗ്രഹങ്ങളൊക്കെ മാറും. ഇപ്പൊ പറയണതല്ല, കുറച്ച് കഴിഞ്ഞാ പറയാം. ചുറ്റുവാണെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമില്ല. അപ്പോൾ മോൾക്ക് ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ ആഗ്രഹങ്ങൾ പറയും കേട്ടോ. പക്ഷെ ഇത് ഏതാണ് ശരിക്കും അവൾ ആ ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കുന്നത് ഇപ്പം ചിലപ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷനാകും. കുട്ടികളല്ല, അങ്ങനെ ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് ചിലപ്പോൾ പറയണതാവാം. അപ്പോൾ അധികം ആ ഒരു സ്റ്റേജിലാണല്ലോ, ഇപ്പോൾ ഒരു ഗ്രോയിങ് സ്റ്റേജിലാണല്ലോ, അവർ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ വലുതാകുമ്പോൾ ബൈക്ക് ഓടിക്കണം എന്നുള്ളതാണ്. ബുള്ളറ്റ്, സ്കൂട്ടറൊന്നുമല്ല, ബുള്ളറ്റ്. അപ്പോൾ ഓക്കെ, നല്ല കാര്യമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വേണ്ട അങ്ങനെയൊന്നും പറയണില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ, ഓടിച്ചോളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ എക്സ്പ്രഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇന്ന് എങ്ങനെയാണ് പറഞ്ഞെങ്കിൽ നാളെ വേറൊരു ആഗ്രഹം എന്തെങ്കിലും ആയിരിക്കും കേട്ടോ പറയാം. അപ്പോൾ അത് അറിയാം, ഒരു കാര്യം പറഞ്ഞാൽ അതിന് തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് വളരെ കുറവാണ്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മളിപ്പോൾ ഇന്നതാവണം എന്ന് പറയുന്നത് നമുക്ക് അതിന് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പോകും. ഇപ്പോൾ പല പല ഓപ്ഷനുകളാണ്, യൂട്യൂബ്, അതുപോലെ മൊബൈൽ, പിന്നെ AI, അങ്ങനെ പല ടെക്നോളജീസും അതിലൂടെയാണ് കുട്ടികളുടെ പഠനവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് ഓരോ ടേസ്റ്റും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ അറിയുന്നതിന് മുന്നേ തന്നെ കുട്ടികൾ അത് അറിഞ്ഞു കാണാൻ അതിനെ പറ്റിയിട്ട് ചിലപ്പോൾ അവരിലൂടെയാണ് ഞാൻ പഠിക്കുന്നത്. ഇപ്പോൾ കുട്ടികളിലേക്ക് ഇന്ന് നമ്മൾ പല കാര്യങ്ങളും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയും കാര്യങ്ങളും ട്രെൻഡും കാര്യങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ പഠിക്കുന്നത് എൻ്റെ മോളിലേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ലോകം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി മാളിലൊക്കെ ഒന്ന് അടുത്ത് മാളിലൊക്കെ ഒന്ന് പോവാം, എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. കാര്യമായിട്ട് ഷോപ്പ് ചെയ്യാനൊന്നുമില്ല, എന്നും ഈ ഗ്രോസറി ഷോപ്പിംഗ് തന്നെയാണ്. അപ്പോൾ ഇന്ന് അത് കാണിക്കണില്ല എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യാം. പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് ഞങ്ങൾക്ക് അടുത്ത മാസം, അതായത് മാർച്ചിൽ പരീക്ഷ സമയമാണ്. ആ സമയത്ത് നാട്ടിൽ നിന്ന് ഗസ്റ്റുകൾ, എൻ്റെ സിസ്റ്ററും ഫാമിലിയും അച്ഛനും അമ്മയും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം സാധനങ്ങളൊക്കെ. അപ്പോൾ സമയമുണ്ട്, എന്നാലും എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളത് കാണുമ്പോൾ വാങ്ങിക്കാമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ പോണത്. പോകുന്ന വഴിയിലാണ് കേട്ടോ ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടത്. അപ്പോൾ അവിടെ നിറച്ച് ഷൂസും ക്രോക്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി ഡെയിലി വെയറൊക്കെ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് കരുതിയിട്ട്. ഇതിപ്പോൾ ഈ കാണുന്ന ഷൂസിന് മുഴുവൻ 250 റുപ്പീസാണ് കേട്ടോ. ഹീലുള്ളതുകൊണ്ട് ഞാൻ, പക്ഷേ അവരങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് അവരങ്ങനെ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാ കളറും ഉണ്ട് കേട്ടോ. ഇവിടെ ബാംഗ്ലൂർ ഇങ്ങനത്തെ കുറേ അവൈലബിൾ ആണ് ചില ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി വെയറിനും ഓഫീസ് വെയറിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചില്ല, ഒരെണ്ണം വാങ്ങിക്കണം എന്ന് കരുതിയിട്ട് 1-2 വാങ്ങിക്കണം. എൻ്റെയും മോളുടെ ഒരേ സൈസാണ് കേട്ടോ. അപ്പം എനിക്ക് വാങ്ങിച്ചത് തന്നെ അവൾക്ക് കൂടാം ഇപ്പോൾ ഈ സ്റ്റേജിൽ. അപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല, അത്രയ്ക്കും കംഫർട്ടായിട്ട് ഇടാൻ പറ്റുമോ എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇതേ നമ്മളിപ്പോൾ പോകുന്നത് എലമെൻറ്റ്സ് മാളിലോട്ടാണ് കേട്ടോ. സുതിയോ തപ്പിപ്പോയതാണ്, സുതിയോ ഉണ്ട്, പക്ഷേ അവിടെ കാർ പാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ സുതിയോടെ ഔട്ട്ലെറ്റിൽ കയറിയില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മാളിൽ പോയി കഴിഞ്ഞാൽ സുതിയോ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ സുഖമായിട്ട് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ, അങ്ങനെ പോയിട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരുപാട് നല്ല ഷോറൂമുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ, പുതിയത്. ഞാൻ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഉടുപ്പിനൊക്കെ 699 ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഓഫർ കുറവാണ്, ഓഫർ ഉള്ളപ്പോൾ ഹാഫ് പ്രൈസിന് കിട്ടും കേട്ടോ. പിന്നെ കുർത്താസ് ഉണ്ട്. അപ്പോൾ അനിയത്തിയും ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അപ്പം ദുബായിൽ നിന്ന് വരുന്ന, അവർ ദുബായിലാണ് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ ആദ്യമായിട്ട് വരികയാണ്. ഞാൻ വന്ന ശേഷം, ഞങ്ങൾ വന്നിട്ട് 10 വർഷമായി, അവൾക്ക് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ വരുമ്പോഴേക്കും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ
ഞാൻ വാങ്ങിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. അപ്പോൾ 1-2 വാങ്ങിച്ചു കേട്ടോ. പിന്നെ കുർത്താസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ കുർത്താസ് ഇതൊക്കെ 499 ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് തോന്നുന്നു ഒരു കുർത്ത എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല എനിക്ക് അഫോർഡബിൾ റേറ്റിന് 399 കിട്ടിയിരുന്നു കേട്ടോ. ഇന്ന് പക്ഷേ അതിൻ്റെ റേറ്റൊക്കെ കൂടിയുണ്ട്. പിന്നെ അതേ ചെരുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് സ്കൂളിൽ പോകുമ്പോഴും പിന്നെ അങ്ങനെ ജസ്റ്റ് വാക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. അതൊക്കെ 299 ഉള്ളൂ കേട്ടോ. ഈ കാണുന്ന ചെരുപ്പുകളും മുഴുവൻ അത്യാവശ്യം ഹീലും ഉണ്ട്. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരെണ്ണം എടുത്തു കേട്ടോ. ഒരെണ്ണം ഞാനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിങ്ക് കളറുള്ളത് ഞാൻ എടുത്തു കേട്ടോ. പിന്നെ കുർത്താസ് ഇപ്രാവശ്യം എംബ്രോയിഡറി ടൈപ്പ് കുറേ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ യെല്ലോ കളർ എംബ്രോയിഡറി ഇതിൻ്റെ തന്നെ പല കളേഴ്സൊക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ 499 ആണ് കേട്ടോ. കുർത്തകൾ പല കളറിൽ ഇപ്രാവശ്യം വെറൈറ്റി കളേഴ്സ് വന്നിട്ടുണ്ടാവും. പച്ച കളറ്, അതിൻ്റെ തന്നെ ലൈറ്റ് കളറ്, പക്ഷേ ലൈറ്റ് ഷെയ്ഡ്സ് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ വൈറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതെല്ലാം 499 ആണ് കേട്ടോ. അപ്പോൾ സിംഗിളായിട്ട് എടുക്കുവാണെങ്കിൽ 599, ഇപ്പോൾ 2 എടുക്കുവാണെങ്കിൽ ഒരെണ്ണം 499 ആയിട്ട് വരും കേട്ടോ. അപ്പോൾ മാളിലൊക്കെ ആകുമ്പോൾ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഈ വിലയ്ക്ക് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല കോട്ടനാണ് അതിൽ എംബ്രോയിഡറിക്ക് വന്നിട്ടുള്ളത്. കണ്ട ഈ ഒരു കളർ കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇതിനും 599 സിംഗിൾ പീസ് ആണെങ്കിൽ 599 ആയിട്ട് വരും കേട്ടോ. ഇതെന്താ കളർ, ലൈറ്റ് റോസ് കളർ കേട്ടോ. എനിക്കാണെങ്കിൽ ഈ മാളിൽ വന്നു കഴിഞ്ഞാൽ ഈ മേടിച്ചില്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എടുത്ത് നോക്കൂട്ടോ. പിന്നെ പക്ഷേ എനിക്ക് വലിച്ചിടാൻ വലുതായിട്ട് അങ്ങനെ ഇഷ്ടമല്ല. ഞാൻ ഓരോന്നും ഇങ്ങനെ പീസ് എടുത്തിട്ട് അതേപോലെ തന്നെ അവിടെ തന്നെ വെക്കും കേട്ടോ. പിന്നെ ഈ പാറ്റേൺസൊക്കെ ഞാൻ നോക്കി വെക്കും. ചിലപ്പോൾ ഓൺലൈനിൽ തന്നെ സെയിം പാറ്റേണൊക്കെ ഇച്ചിരി റേഞ്ച് കുറവുള്ളത് കാണുമ്പോൾ മേടിക്കാമല്ലോ വെച്ചിട്ട്. ഞാൻ റിലയൻസിൽ പോകുമ്പോൾ അങ്ങനെയായിരുന്നു. റിലയൻസിൽ പോയിട്ട് പാറ്റേണും മെറ്റീരിയലൊക്കെ നോക്കി വെച്ചിട്ട് അജിയോയിലൂടെ ഓൺലൈൻ പർച്ചേസ് ചെയ്യും കേട്ടോ. കണ്ടോ ഈ കളേഴ്സൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ലൈറ്റ് പിങ്ക്, ലൈറ്റ് ഗ്രീനൊക്കെ ആയിട്ട്. ഈ പ്രാവശ്യം കൂടുതൽ എംബ്രോയിഡറി വന്നിട്ടുണ്ടോ. എംബ്രോയിഡറി കുർത്താസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എംബ്രോയിഡറി ആയതുകൊണ്ട് ഇച്ചിരി വില കൂടുതലാണ് കേട്ടോ. വില കൂടുതലെന്ന് വെച്ചാൽ 699 ഉള്ളൂ കേട്ടോ. 2 മേടിക്കുകയാണെങ്കിൽ 599 ഈച്ച് 599 കിട്ടും കേട്ടോ. ഇതിൻ്റെ വളരെ കൂടുതൽ കളർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ട ആ ലാവൻഡർ കളറ് അതിൻ്റെ തന്നെ പാറ്റേൺ വ്യത്യാസത്തിൽ ഒരു തരം ഒരു ഗ്രീൻ തന്നെ വേറൊരു പീക്കോ ഗ്രീനിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡിലുണ്ട്. അതെല്ലാം പ്യുവർ കോട്ടൺ തന്നെയാണ് കേട്ടോ. പ്യുവർ കോട്ടൺ തന്നെയാണ്. പക്ഷേ ഈ 699 ഒക്കെ കുഴപ്പമില്ല കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്. അതിൻ്റെ വൈറ്റ് കണ്ടോ, പ്യുവർ വൈറ്റ് ആണ് കേട്ടോ. പിന്നെ അത് യെല്ലോ, അത് ത്രെഡ് വർക്കായിരുന്നു കേട്ടോ. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ അപ്പുറത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പുറത്ത് ഇതിൻ്റെ വേറെയും കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ എല്ലാ ഒരുവിധം കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഞാനപ്പോൾ എൻ്റെ സൈസ് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് മീഡിയമാണ് കുർത്ത വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈസ് കിട്ടി. പക്ഷേ എനിക്കതിൻ്റെ നെക്കിൻ്റെ ഭാഗം കുറച്ച് ഭയങ്കര ഡീപ്പായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അതെനിക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സ്യൂട്ടാവുമോ ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തില്ല കേട്ടോ. ഭയങ്കര ലെങ്തി ആയിരുന്നു കേട്ടോ. നെക്കിൻ്റെ ഡീപ്പ് നെക്കായിരുന്നു കേട്ടോ ഉള്ളിലോട്ട്. അതുകൊണ്ട് പക്ഷേ ഇങ്ങനത്തെ പാറ്റേൺ ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് ആ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഒരു തരം ലൈറ്റ് കളർ തന്നെ, ലാവൻഡർ തന്നെ നല്ല കളറായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അതേ വേറൊരു കളർ കേട്ടോ. ഇതും നല്ല കളറായിരുന്നു കേട്ടോ. ഇതിന് എന്താ ഒരു കളർ, റസ്റ്റി റെഡ് അല്ല, പിങ്ക് അല്ല, ഒരു റെഡാണ് കേട്ടോ. പിന്നെ അത് അതിൻ്റെ പീച്ച് കളർ കേട്ടോ. അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് നല്ലൊരു റയർ കളറാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഈ കളറിലുള്ള കുർത്തസ് വളരെ കുറവാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. ഇതും നല്ല കളറായിരുന്നു കേട്ടോ. എംബ്രോയിഡറിയാണ് വന്നിരിക്കുന്നത്. 699 ആണ് കേട്ടോ അതിൻ്റെ റേറ്റ്. ഇപ്പോൾ ഞങ്ങൾ ലെമൺസ് മാളിലാണ് കേട്ടോ. ലെമൺസ് മാൾ നെഗ്വാരയിൽ, തനിസാന്ത്ര റോഡിൽ. അപ്പോൾ അതിൻ്റെ തന്നെ ബ്ലൂ ഉണ്ട് കേട്ടോ. ഈ ബ്ലൂ വന്നിട്ട് ത്രെഡ് വർക്കാണ്, എംബ്രോയിഡറി വർക്കൊന്നുമല്ല കേട്ടോ. നമ്മൾ ഒരുപാട് ഷെയ്ഡുകൾ കാണുമ്പോൾ, ഒരുപാട് കളർ കാണുമ്പോൾ നമുക്ക് ഏത് എടുക്കുക എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ്. അപ്പോൾ അവസാനം എന്നിട്ട് എടുക്കാണ്ട് പോരും കേട്ടോ. അതായിരിക്കും എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. പിന്നെ ഇത് വൈറ്റ് ടോപ്പ്, ഇത് കുർത്തയല്ല, ഷോർട്ട് ടോപ്പാണ് കേട്ടോ. നമുക്ക് ജീൻസിനൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്നത്. ഇത് നമുക്ക് സാധാരണ കാണുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പക്ഷേ സുതി തപ്പി വന്നിട്ട് ഞങ്ങൾ കയറിയ മോളിൽ ലെമൺസ് മാളിൽ സുതി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മോൾക്ക് സുതിയോയിൽ നിന്ന് പർച്ചേസ് ചെയ്താലേ ശരിയാവുള്ളൂ. അവിടുത്തെ ഔട്ട്ഫിറ്റും അവിടുത്തെ ഫിറ്റിങ്സും അവൾക്ക് ഇഷ്ടമാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാനും അങ്ങനെ വാങ്ങിച്ചില്ല. കുട്ടികൾക്ക് ഒരു ഡ്രസ്സും അതുപോലെ ഞാനൊരു ചെരുപ്പും ഒക്കെ വാങ്ങിച്ചിട്ടോ ഡെയിലി വെയർ ആയിട്ട്. പിന്നെ ഞങ്ങൾ വരുമ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ഇഫ്താറിൻ്റെ ഒക്കെ തിരക്കായിരുന്നു കേട്ടോ റോഡിൽ. അപ്പം ഞങ്ങൾ എന്തായാലും കുറച്ചൊക്കെ പലഹാരങ്ങൾ വാങ്ങിച്ചു കേട്ടോ. എല്ലാവരും ഉള്ള ദിവസമാണ് ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. സമൂസ വാങ്ങിച്ചിട്ടുണ്ട്,
എഗ്ഗിൻ്റെ മറ്റേ വട വാങ്ങിച്ചിട്ടുണ്ട്, ഉള്ളിൽ എഗ്ഗ് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ റോള് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എന്തോ വേറൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ടേസ്റ്റ് വലിയ ഇഷ്ടമായില്ല. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ടേസ്റ്റിനൊക്കെ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. പഴംപൊരി മാത്രമാണ് ഏകദേശം ആ ഒരു ടേസ്റ്റിൽ വരിക, ബാക്കിയൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വലിയ ഇഷ്ടാവില്ല. നമുക്ക് ഇവിടുത്തെ സമൂസയൊന്നും ഇഷ്ടാവുകയില്ല. വേറൊരു ടേസ്റ്റാണ് മസാലയ്ക്കൊക്കെ കേട്ടോ. പിന്നെയും തലശ്ശേരിയിലൊക്കെ പോയി കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റിലുള്ള ഇങ്ങനത്തെ 4 മണി പലഹാരങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ.